കോൺഗ്രസിന്റെ KPCCയുടെ ഒരു വക്താവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. രണ്ട് പതിറ്റാണ്ടുകാലം ഈ ചെത്തല്ലൂരിന്റെ മണ്ണിൽ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കിടയിൽ പൊതുപ്രവർത്തനം നടത്തി രാഷ്ട്രീയമായി കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും CPM-നെയും ഒക്കെ കടന്നാക്രമിച്ചുകൊണ്ട് അവരോട് പൊരുതിക്കൊണ്ടാണ് BJP-യുടെ ഒരു എളിയ പ്രവർത്തകനായി ഞാൻ ഈ മണ്ണിൽ തുടക്കം കുറിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ദീർഘകാലം ഈ ചെത്തല്ലൂരിന്റെ മണ്ണിൽ തച്ചനാട്ടുകര പഞ്ചായത്തിൽ ഉടനീളം യാത്ര ചെയ്തുകൊണ്ട് ജനങ്ങളുടെ നിത്യ പ്രശ്നങ്ങളിൽ, ജീവിത പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് എവിടെ നിന്ന് BJP-യിലേക്ക് പുതുതായി ഒരാളെ കൊണ്ടുവരാൻ സാധിക്കും എന്ന മാത്രം ചിന്തയിൽ ആത്മാർത്ഥമായി ആ പാർട്ടിക്ക് വേണ്ടി 2 പതിറ്റാണ്ടുകാലം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എന്റെ ഈ പ്രസംഗം കേട്ടു നിൽക്കുന്ന എന്റെ പഴയകാല സഹപ്രവർത്തകർക്ക് പോലും ഒരു എതിരഭിപ്രായം ഉണ്ടാകില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ പ്രവർത്തിച്ചിരുന്ന ആ പ്രസ്ഥാനത്തോട് ഞാൻ കാണിച്ചിട്ടുള്ള ആത്മാർത്ഥതയിലും കൂറലും, ഞാൻ നൽകിയിട്ടുള്ള സമയത്തിലും, ഞാൻ ചെലവഴിച്ചിട്ടുള്ള എന്റെ പ്രയത്നത്തിലും ഒരിക്കൽ പോലും അണുവിട അതിലൊരു കളങ്കം പറ്റാതെ 2 പതിറ്റാണ്ടുകാലം ഞാൻ ആ പ്രസ്ഥാനവുമായി മുന്നോട്ട് പോയിട്ടുള്ള മണ്ണാണിത്. വോട്ടവകാശം ഉണ്ടാകുന്നതിന് മുമ്പ് കരിങ്കല്ലത്താണി സ്കൂളിൽ പോകുന്ന സമയത്ത് SFI പ്രവർത്തകനായിട്ടാണ് ആദ്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അത് സംഭവിച്ചു പോയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ചെറുപ്പത്തിൽ എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഹെൽത്ത് സെന്ററിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ധാരാളം പരിപാടികൾ നടക്കായിരുന്നു. മുരളിയേട്ടനൊക്കെ അറിയാം, നമ്മുടെ രവീന്ദ്രൻ മാഷൊക്കെ ഉള്ള സമയത്ത്. അപ്പൊ രവീന്ദ്രൻ മാഷ് നല്ല സഖാവായിരുന്നു. ആ സഖാവിന്റെ ഒക്കെ സ്വാധീനത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ക്ലാസ്സുകളിൽ പോയി പരിഷത്തിന്റെ പരിപാടികളിൽ പങ്കെടുത്ത് അന്നത്തെ സാക്ഷരതാ യജ്ഞത്തിന്റെ ഓർമ്മകൾ മനസ്സിൽ പേറുന്ന ഒരാളാണ് ഞാൻ. ആ സാക്ഷരതാ യജ്ഞത്തിന്റെ കാലത്ത് കേരളത്തിൽ മുഴുവൻ മുഴങ്ങിക്കേട്ട ഒരു പാട്ടുണ്ട്. ഫിറോസിന് ആ പാട്ടറിയോ? പഴയൊരു പാട്ടുണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ. എന്തിനധീരത ഇപ്പോൾ തുടങ്ങുവിൻ, എല്ലാം നിങ്ങൾ പഠിക്കണം, തയ്യാറാകണം ഇപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മാറിയിടാനെന്ന് സാക്ഷരതാ യജ്ഞത്തിന്റെ കാലത്ത് പാടിപ്പഠിച്ചൊരു പാട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നത്. എന്തിനധീരത ഇപ്പോൾ തുടങ്ങുവിൻ, എല്ലാം നിങ്ങൾ പഠിക്കണം, തയ്യാറാകണം ഇപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മാറിയിടാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ഞാൻ കടന്നു വന്നിട്ടുള്ളത്.